വലുതായി ഞങ്ങൾ വലിയ ആളായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയ ആള് ഞങ്ങളുടെ അടുത്തുണ്ട് കേട്ടോ. ഞങ്ങൾ ഉള്ളിനെ ഒഴിവാക്കി കേട്ടോ. അതെ നിൽക്കുന്നു. ഞങ്ങൾ ഉള്ളിനെ പറഞ്ഞു വിട്ടു, ഒഴിവാക്കി, ചവിട്ടി പുറത്താക്കി, ചതിച്ചു, വഞ്ചിച്ചു, എന്തൊക്കെയാണോ ആൾക്കാർ പറഞ്ഞു, എനിക്കറിയത്തില്ല കേട്ടോ. എന്താണ് സംബന്ധിച്ചാൽ പുള്ളി കഴിഞ്ഞ 8 മാസമായിട്ട്, അതായത് ഞങ്ങൾ കഴിഞ്ഞ തായ്ലൻഡ് എല്ലാവർക്കും നമസ്കാരം, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഞങ്ങളുണ്ടല്ലോ ആദ്യത്തെ പരിപാടി നമ്മുടെ ഈ ടാറ്റ സഫാരി നമ്മളൊന്ന് സർവീസിന് കൊണ്ടുപോകാണ്. പിന്നെ ഇതിനൊരു ചെറിയ ടർബോയുടെ വിഷയമുണ്ട്, അപ്പോൾ അതും ഒന്ന് കാണിക്കണം. ആദ്യം ഇത് അൺലോക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് നേരെ വണ്ടിക്കകത്ത് കയറാം കേട്ടോ. അതായത് നമ്മുടെ വണ്ടി വീണ്ടും ഉള്ളിലാണ് കിടന്നത്. അവർ ഗേറ്റിന് പരിപാടി നടക്കുന്നുണ്ട്. അവർ വണ്ടി എടുത്ത് പുറത്തോട്ടിട്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇപ്പോൾ ഇവിടെയാണ്, അവരാണ് ഇട്ടത്. അപ്പോൾ ഗൈസ് നോക്കൂ, വണ്ടി ഇപ്പം പുറത്തുള്ളത്. ഇതിനെ പിന്നെ ടർബോയുടെ ഒരു പണിയുണ്ട്. പിന്നെ അതേപോലെ 2 ടയറും മാറ്റണം. ഇത് തന്ന ആൾ എന്നോട് പറഞ്ഞാൽ ഇതിന്റെ ടർബോയുടെ ആക്സിലേഷൻ എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ അതൊന്ന് കാണിക്കണം. ഇനിയിപ്പം അതാണോ വേറെ എന്തിന്റെങ്കിലും വിഷയമാണോ എന്നുള്ളതൊന്ന് നോക്കിക്കണം. ആദ്യം വർക്ക്ഷോപ്പ്, അതായത് നമ്മുടെ ഊമിന് പണിത വർക്ക്ഷോപ്പിലെ ചേട്ടനെയും വിളിച്ചു ആദ്യം പൊല്യൂഷൻ ടെസ്റ്റ് അത് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. സ്റ്റാർട്ടാകും കേട്ടോ അല്ലേ? ഗൈസ് നോക്കൂ, അങ്ങനത്തെ കുറച്ച് പരിപാടി. അതിന് ശേഷം നമ്മള് നേരെ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്കാണ് പോവാ. പറഞ്ഞ പോക്കറ്റ് വെഹിക്കിളുണ്ട്, ബ്ലൂടൂത്ത് നോക്കി ഓടിക്കണമെന്ന്. അതായത് ഞങ്ങൾ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്കാട്ടോ അതിന് ശേഷം പോവാ. ജോസ്മിൻ സാറിന്റെ പെരേക്കരിക്കൂട്ടിലാണ്. അപ്പൊ ഞങ്ങള് പുള്ളി ഇത്ര നാൾ എന്നെ കാണാത്ത കുറെ കമന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത്ര നാളും എന്താ വീഡിയോ കാണാത്ത, വീഡിയോ കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ കമന്റും കുറെ സംഭവം ഉണ്ടായിരുന്നു. എന്നെ സംഭവം എന്ന് വെച്ചാൽ പുള്ളിയുടെ പെരവണി നടക്കുമായിരുന്നു. കഴിഞ്ഞ 8 മാസമായിട്ട് പുള്ളി അതീവ തിരക്കിലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ഇവിടുന്ന് അത്യാവശ്യം 10-14-16 കിലോമീറ്റർ ഉണ്ട് പുള്ളിയുടെ വീട്ടിലേക്ക്. അപ്പം പിന്നെ പുള്ളിക്കാരൻ രാത്രിയിലൊക്കെയാണ് പോയി വരുമല്ലോ, അങ്ങനെയൊക്കെ കുറെ പരിപാടി. അപ്പം പെരേക്കേറിക്കൂടിലാണ് ഈ വരുന്ന പിന്നെ 30-ാം തീയതി 1-ാം തീയതി അല്ലേ? ഗൈസ് നോക്കൂ, അപ്പൊ പുള്ളിക്ക് പെരേക്കേറിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അപ്പം ഞാന് പിന്നെ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്കിപ്പം അതിലും വലിയ വിഷയം, ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് കൊൽക്കത്തയിൽ പോകണം. ഞങ്ങളുടെ വണ്ടി എമർജൻസി ആയിട്ട് പിന്നെ ഇത് ചെയ്യണമെന്നാ പറഞ്ഞു, റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ച 1 മാസം കഴിഞ്ഞിട്ട് പോയി എടുത്താൽ മതിയല്ലോ എന്നാണ്. പക്ഷെ ഇപ്പൊ അവിടുത്തെ ഏജന്റ് വളരെ ശക്തമായി പറഞ്ഞു നിങ്ങൾ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വണ്ടി പോയി എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതെന്തായാലും എടുക്കണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് പോകണം. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. അതിന് വേണ്ടി ജയസാറിനെ ഞങ്ങൾക്ക് മൈസൂർ കൊണ്ടുവിടണം. കാരണം പുള്ളിക്ക് അവിടുത്തെ മാസ്റ്ററിയാണ്. പിന്നെ അതുപോലെ പുള്ളിയുടെ കസിൻസ് അവിടെ ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ശേഷം പുള്ളി കൊച്ചിയിലേക്ക് വരും. അപ്പൊ അതിന് ശേഷം ഞങ്ങൾക്ക് പുള്ളിനെ കൊണ്ടുവിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ കൊൽക്കത്തക്ക് പോകാൻ. ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല അല്ലേ? പുള്ളിനെ കൊൽക്കത്ത കൊണ്ടുപോയി വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ പുള്ളിനെ കൊൽക്കത്തയിൽ നിന്ന് പുള്ളിനെ ഞങ്ങൾക്ക് മൈസൂർ കൊണ്ടുവിട്ട് വേണം ഞങ്ങൾക്ക് കൊൽക്കത്ത പോകാൻ. അത് മാത്രമല്ല, ഇത് വേറൊരു കേസും കൂടെ ഉണ്ട്. ഞങ്ങൾ കൊൽക്കത്ത പോയിട്ട് വണ്ടിയും കൊണ്ട് ഓടിച്ചു വരണം. എന്നിട്ട് അത് മാത്രമല്ല, വണ്ടി മൊത്തം പണിയണമെങ്കിൽ എഞ്ചിൻ അഴിച്ചിട്ട് അതിന്റെ എഞ്ചിൻ പരിപാടി വരെ ഇനി ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത യാത്ര പോകാൻ വേണ്ടി വണ്ടി സജ്ജീകരിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? പറഞ്ഞ കാര്യം കേട്ടോ. അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്. ആദ്യം ഇവനെ ഒന്ന് സർവീസ് ചെയ്യാം. അതിനുശേഷം ജോസ്മിൻ സാർ നമ്മുടെ പാടത്തിന് ഇവന് മേജറായിട്ട് ഒരു പണി കിട്ടരുത് എന്നാ അല്ലേ? ജോസ്മിൻ സാറിന്റെ പെരേക്കേറിക്കൊണ്ട് ഞങ്ങൾ മേടിച്ചു കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത് ഡൈനിങ് ടേബിൾ സെറ്റ് ആട്ടോ നമ്മൾ മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ ഡൈനിങ് ടേബിൾ സെറ്റ് ഇവിടെ 2-3 കടയേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു കട നമ്മളുടെ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ കടയിലും കയറും. അവസാനം ഏതെങ്കിലും കടയിൽ ഞങ്ങൾ എടുക്കും അല്ലേ? എന്നാലും ഞങ്ങൾക്ക് സമാധാനം കിട്ടത്തല്ലോ കേട്ടോ. അപ്പൊ അതും ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഇതൊന്ന് സർവീസും ചെയ്യണം. പിന്നെ ഇതിനൊരു ചെറിയ പിന്നെ എന്നാ പറയുക ഒരു ഇത് ഇളക്കമുണ്ട്. അപ്പൊ ടയറിന്റെ ആണെന്ന് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ബേക്ക് ടയറിന്റെ ബേക്ക് ടയർ ഒക്കെ മാറ്റിക്കളയാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഞങ്ങള് വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുവന്നു. ഞങ്ങൾ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുവന്നു. ഇതിന്റെ ടെർബോയുടെയാണ് കംപ്ലൈന്റ്. ഞങ്ങൾ വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിലാണ്. പക്ഷെ മെയിൻ മെക്കാനിക്ക് വന്നിട്ടില്ല കേട്ടോ. പുള്ളി എമർജൻസി ആയിട്ട് അങ്ങോട്ട് പോയേക്കാണ്. 1/2 മണിക്കൂർ കൊണ്ട് വരുമെന്നോട്ടോ പറയുന്നത്. എന്നടാ അതെന്റെ സർവീസ് ചെയ്തേണ്ട ഇതാടാ. ഇനി അടുത്ത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ള ഓർക്കാൻ വേണ്ടിയുള്ള സംഭവം നോക്കൂ. നമ്മൾ നമ്മുടെ ചെറുക്കനെ പൊക്കാൻ വേണ്ടി പോവാ കേട്ടോ. അതായത് ഇതിന്റെ അടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാലോ. പൊക്കി കഴിയുമ്പോൾ അറിയാം കേട്ടോ. അല്ലേ? 2 ടയർ വെഹിക്കിള് മാറ്റിയാട്ടോ. അത് ശരി, പേടിക്കണ്ട. ആ കാര്യത്തിൽ പേടിക്കണ്ട. ഞങ്ങൾ 1/25 എടുത്തേ. 5 കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വന്ന ചിലവും പിന്നെ പേപ്പർ വർക്കൊക്കെ സത്യം പറഞ്ഞാൽ ലിവിൻ പറഞ്ഞാൽ പൊളിക്കാൻ കൊടുത്ത 70 രൂപ 80 രൂപ കിട്ടും.
നഷ്ടമൊന്നുമില്ല. വിധിയില്ല, ഞങ്ങൾക്ക് ഇത് വണ്ടിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാലോ. നിങ്ങളുടെ ചെറുക്കൻ കുട്ടീനെ ഒന്ന് ബാക്കോട്ട് ഇറക്കി ഇന്നൊന്ന് ഫ്രണ്ടിലേക്ക് കറക്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് പൊക്കാൻ വേണ്ടി ഭാഗ്യമുണ്ട്, ഇത് പൊക്കാൻ നേരത്തെ കവറായിരിക്കും. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പാണ്. ഇഷ്ടം പോലെ ഇരുമ്പുള്ളവരിന് ഇവരങ്ങ് അടിച്ച് കയറ്റിയിട്ടാക്കുക. നോക്കുക, അതാണ് ഇതിന്റെ ഒരു മെയിൻ സംഭവം കേട്ടോ. നോക്കാൻ നേരത്തെ അറിയാം എന്നാ സംഭവം എന്നുള്ളത്. നോക്കൂ, നമ്മുടെ ചെറുക്കനെ പൊക്കും കേട്ടോ. അവിടെ ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് ഇത് പൊക്കാനുള്ള പരിപാടിയാണ് അവര്. പൊക്കി കഴിയുമ്പോൾ ഇതിന്റെ അടി നോക്കുമ്പോൾ നമുക്കറിയാം. അടി നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്. പിന്നെ ഇത് പണിയുന്നത് എത്ര പൈസയാണ് പണിയുന്നത് മുതല. തുരുമ്പാണ് പിന്നെ പണിയരുത്. വേറൊരു സംഭവമുണ്ട്, ഈ സഫാരിനെ സ്നേഹിക്കുന്നവര് ഇത് നിങ്ങളൊരു സഫാരി 1 ലക്ഷം രൂപ 1 രൂപനൊക്കെ എടുക്കാൻ ചിലപ്പോൾ ചെന്നാൽ കിട്ടുമായിരിക്കും. അങ്ങനെയല്ല, പണിത വണ്ടിയൊക്കെ പൈസ ഉണ്ട് കേട്ടോ, അത് എടുക്കാൻ ആളും ഉണ്ടല്ലേടാ. ഇപ്പൊ ഈ നമ്മൾ മറ്റു വണ്ടിയില്ലേ 7 സീറ്ററൊക്കെ നമ്മൾ വന്ന് പേശാൻ നേരത്ത് അവരെങ്ങനെ കൊടുത്താൽ മതി എന്നുള്ളതാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ച പൈസക്ക് അവർ കൊടുക്കും. വണ്ടി പൊക്കാൻ തുടങ്ങുകയാണ്. ഏകദേശം ലോഡൊക്കെ വണ്ടി കയറി കേട്ടോ. ദൈവം എല്ലാം കൂടെ ഊരിപ്പറഞ്ഞ് താഴെ കിടക്കുമോ? ഓ, രണ്ട് പീസായിട്ട് താഴെ കിടക്കുമോ? ദൈവത്തിന് അറിയാം കേട്ടോ എങ്ങനെയാവും എന്നൊക്കെ ഉള്ളത്. എന്തായാലും പൊക്കട്ടെ. ഐസ് ഞങ്ങളെ വണ്ടിയുടെ അടിഭാഗം ഒന്ന് നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത്. ഈ ഒരു ഭാഗത്ത് തുരുമ്പുണ്ട് കേട്ടോ, ഈ ഒരു ഭാഗത്ത് തുരുമ്പുണ്ട്. ഇത് കട്ട് ചെയ്ത് വാച്ച് ചെയ്യണം. ഇവിടെ ഉണ്ടല്ലേ, സെയിം. ദേ ഇവിടെ ഉണ്ട് തുരുമ്പ്, ഇവിടെ ഉണ്ട് തുരുമ്പ്. ഇത് ഇവന്മാർ ഓൾറെഡി എന്താ അടിച്ചു വെച്ചേക്കുക, ദമ്മിട്ട് വെച്ചേക്കുക. ഇവിടെയും തുരുമ്പുണ്ട്, ഇവിടെയും കട്ട് ചെയ്ത് ഇത് ചെയ്യണം. ഇതുണ്ടോ, പിന്നെ ഇവിടെ ചെറിയ തട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കട്ടെ. ഇത്ര ഇത് വെച്ച് നോക്കാൻ ടാറ്റയുടെ സാധനം വെച്ച് നോക്കാൻ വലിയ കുഴപ്പമില്ല അല്ല ചേട്ടാ. ചേട്ടൻ പോയോ? ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് അത്യാവശ്യം ചെറിയ രീതി തുരുമ്പ്. വലിയ കുഴപ്പമില്ലല്ലോ ലിവിനെ, പറയപ്പെടുന്ന അത്ര വലിയ തുരുമ്പില്ല കേട്ടോ. ഓ, ഇതിന്റെ സസ്പെൻഷനൊക്കെ ഇങ്ങനെയല്ലേ? പ്രതീക്ഷ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലതൊക്കെ ചീഞ്ഞ കപ്പലടി കയറുന്ന പോലെ ആയിരിക്കും. ഇവിടെ ഓയിലി കൊണ്ടുപോനെ അല്ല പവർ സ്റ്റിയറിംഗിന്റെ അടുത്ത് എന്തോ ഓയിൽ അല്ലേ? എഞ്ചിന്റെ ഗിയർ ബോക്സിന്റെ ഭാഗങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. ഇതേ ബേക്ക് ഡ്രൈവാ അല്ലേ? ഒലക്ക കൊണ്ട് ബേക്ക് തിരിച്ചടിക്കുക നമ്മുടെ ട്രാവലർ പോലെ. സെറ്റപ്പ് ആട്ടോ ഇത്. ഈ ഷോക്ക് ആബ്സർ പോയിട്ടാ ഇതുണ്ട് ഇളകുന്നേ. അപ്പൊ ഇപ്പുറത്തെ കേട്ടാ ഇവിടുത്തെയോ? രണ്ടും പോയി. അപ്പൊ അത് രണ്ടും മാറണം. ബുഷ് തന്നെ കിട്ടുമെങ്കിൽ അത് മാറ്റിയാൽ മതി. വേറെ പിന്നെ എന്തായാലും പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട് കേട്ടാ. അപ്പൊ രണ്ടെണ്ണം തീരുമാനമായി. ബേക്കോ ഇത് വേറെന്തോ രീതിയിലുള്ള സെറ്റപ്പ് ഒക്കെ കേട്ടോ. ഇതുണ്ടോ ഗൈസ്, നോക്കൂ, ഞങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അതായത് മെയിൻ പണിക്കാരന് അവിടെ പുള്ളി ഒരു സ്ഥലത്ത് പോയേക്കാണ്, അതുകൊണ്ട് വരാൻ വൈകും. നമ്മൾ ടെർബോയുടെ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കുത്തിയിട്ടുണ്ട് ഗൈസ് നോക്കൂ, അതായത് പുള്ളി വന്നിട്ട് വേണം നോക്കാൻ വേണ്ടി. ടെർബോയ്ക്ക് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. ടെർബോയ്ക്ക് കുഴപ്പമില്ല, അതിന് പ്ലേയോ വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഇല്ല എന്നാണ് ഇവിടുത്തെ മെക്കാനിക്ക് പറഞ്ഞത്. പക്ഷെ മറ്റേ പുള്ളി ടാറ്റ വർക്ക് ചെയ്യുന്ന പുള്ളിക്ക് കറക്റ്റ് ഐഡിയ അറിയാം. അപ്പൊ പുള്ളി വന്നിട്ട് ഒന്നും കൂടെ നോക്കാം. അതിനെന്തൊരു സാധനത്തിന്റെ കംപ്ലൈന്റ് ആണെന്നാണ് പുള്ളി പറയുന്നത്. അത് കൂടാതെ വേറെ സംഭവിച്ചാല് അതിന്റെ മുമ്പ് പുള്ളിയുടെ ഇതിന്റെ സസ്പെൻഷനൊക്കെ ചില സ്ഥലത്ത് ബുഷ് അതുപോലെ ചില സാധനങ്ങൾ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് മാത്രം കേട്ടോ, ബുഷ് മാത്രം മറിയുന്നത്. അപ്പൊ അത് നമ്മൾ നേരെ കൊൽക്കത്ത മറ്റേ ഇവിടെ ഡൽഹി പോകുന്നിടത്ത് ഇവരുടെ അടുത്ത് സാധനങ്ങൾ എഴുതി മേടിച്ച് നമുക്ക് പിന്നെ ഡൽഹിയിൽ നിന്ന് ആ സാധനമൊക്കെ മേടിക്കണം. അത് ഇവരുടെ കത്തി കാര്യമായിട്ടോ. ഡൽഹിയിലാകുമ്പോൾ എല്ലാ സാധനം കിട്ടും, ഇവിടെയാണ് പല സ്ഥലത്ത് നമ്മൾ തപ്പിക്കൊണ്ട് വരും അല്ലേ? കേസ് നോക്കും. പിന്നെ വേറൊരു കേസ്, ഞങ്ങൾ പറ്റുമെങ്കിൽ 2 ടയറും കൂടെ നോക്കണം കേട്ടോ. ബേക്കിൽ 2 ടയർ മാറണം. അല്ല, ഫ്രണ്ടിലെ ടയർ ബേക്കിൽ ഇട്ട് ബേക്കിൽ പുതിയ ടയർ അതായിരിക്കുന്നല്ല. എന്നാന്ന് വെച്ചാൽ നമ്മള് ലോങ് ഒക്കെ ഓടുമ്പോ ടയർ പക്ക ആയിരിക്കണം അല്ലേ? ഇവിടെ ലൈറ്റ് മേടിക്കാവുന്ന കടയാണ്. ഇവിടെ ഇവരുടെ ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. ഇവിടെ എത്ര വില എന്നുള്ള ഡൈനിങ് ടേബിൾ. ഇവിടെ 4 കടയുണ്ട്. 4 കടയിൽ തെണ്ടിയിട്ട് നമുക്ക് അവസാനം വാങ്ങാം അല്ലേ? ആദ്യം ഇതിന്റെ വില എത്രയാണെന്നുള്ളത് അന്വേഷിക്കട്ടോ. നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. അതെ, ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ സാധനം നോക്കാൻ വേണ്ടി വന്നു. ഞങ്ങളിപ്പോൾ ഈ സാധനം നോക്കിയത് 12 രൂപ വില പറഞ്ഞു. അത് ഇതിന് മാത്രമാണ്, ഇത് വേറെ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അവിടെ നോക്കി. ഇനിയിപ്പോ അപ്പുറം വേറൊരു കടയും കൂടെ 2-3 കടയിൽ കയറിയിട്ട് ഒരേ സാധനം ഒപ്പിച്ചിട്ട് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങണം അല്ലേ? ഞങ്ങളുടെ സ്ഥിരം പരിപാടി തന്നെയാണ്. ഓൺലൈനിലാണല്ലോ അതേപോലെ തന്നെ അല്ലേ? ഗൈസ് നോക്കൂ, ഞങ്ങൾ ഇരിട്ടിയിലെത്തി. എന്തൊരു ബ്ലോക്കാണ്. അതെന്നെ സംഭവം എന്ന് വെച്ചാൽ പുഷ്പമാല നടക്കുന്നുണ്ട് ഇവനെ. അതാണോ? അതിന്റെതായ ഒരു ബ്ലോക്ക് ആണോ? ഗൈസ് നോക്കൂ, ഇരിട്ടിയിലെ പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മള് തലശ്ശേരിക്ക് പോകുന്ന റോഡ്, അതായത് തലശ്ശേരി പിന്നെ പേരാവൂരൊക്കെ പോകുന്ന റൂട്ടാട്ടോ. ആ റോഡിന്റെ ഇവിടെ എത്തുമ്പോൾ ഇപ്പൊ ഭയങ്കര ബ്ലോക്കാണ്. അപ്പൊ ലിബിൻ പറഞ്ഞ പുഷ്പോത്സവമേളയുടെ തിരക്കായിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കുണ്ടാവില്ല. ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കയറ്റിയിടുന്ന കാരണമാണ് ഇത്രയധികം ബ്ലോക്ക് വരുന്നത്. നോക്കൂ, ഫൈനലി ഞങ്ങളുടെ
ചെറുക്കനെ ഒരു ടയർ ഷോപ്പിൽ കൊണ്ടുവന്നു. അതായത് ഈ ടയർ ഷോപ്പിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ടയർ മാറ്റാൻ വേണ്ടി യൊക്കോഹോമ, ഞങ്ങൾ യൊക്കോഹോമയുടെ നമ്മുടെ ട്രാവലറിന് പറ്റിയ സെയിം ടയർ തന്നെയാണ് മേടിക്കുന്നത്. കാരണം സപ്പോസ് നമ്മുടെ ട്രാവലറുടെ ടയർ മാറ്റേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു പഞ്ചർ പോലും നമ്മൾ എത്ര കിലോമീറ്റർ ഓടി വേണ്ട അത്രയൊന്നും വേണ്ട. അടുത്ത പ്രാവശ്യം കിട്ടിയാൽ നമ്മൾ തെണ്ടിപ്പോകും അല്ലേ? അല്ല ഞാൻ പറഞ്ഞ ഈ സാധനം നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. മറ്റേ നമ്മൾ അത്ര കല്ലനോട് ഓടിച്ചിട്ട് 50,000 കിലോമീറ്റർ കിട്ടി അല്ലേ? അത് ഞങ്ങൾ ഉദ്ദേശിച്ചല്ല. നമ്മളിപ്പോൾ യൊക്കോഹോമയുടെ ഈ സാധനം മേടിക്കും, അതിന് എഴുത്തും കാര്യങ്ങളും ഇല്ല. നമ്മുടെ ട്രാവലർ ഉണ്ടായിരുന്നതിന് എഴുത്തും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ എഴുത്തും കാര്യങ്ങളും വരുന്നില്ലെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ നമ്മൾ ഈ കാണുന്ന 4 ടയർ മേടിച്ച് സഫാരിക്ക് ഇടുവാണ്. സഫാരിയിലെ ടയർ ഏകദേശം തീരുമാനമായതാണ്. ആ 4 ടയർ ഞങ്ങൾ കൊണ്ടുപോകും. എന്നിട്ടുണ്ടല്ലോ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലർ അടുത്ത ആഴ്ച നാട്ടിൽ വരുമ്പോൾ അതിന്റെ അത് ടയർ എടുത്ത് സഫാരിക്ക് ഇടും. എന്നിട്ട് ഈ പുതിയ ടയർ എടുത്ത് ട്രാവലറിടും. എന്നാ സെറ്റപ്പ് നോക്കണേ. ഞങ്ങള് ടയർ എപ്പോഴും മാറ്റും. അതിന് മെയിൻ കാരണം ഞങ്ങൾ ടാറ്റ വെഞ്ചറുള്ള സമയത്ത് ഞങ്ങൾ ആദ്യം യാത്രയ്ക്ക് 300 രൂപയ്ക്ക് ടയർ തലശ്ശേരിയിൽ നിന്ന് മേടിച്ചോണ്ടേ 200 രൂപ കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പോയി അല്ലേ? അതാണ് സംഭവം കേട്ടോ. അപ്പം ഞങ്ങൾ ഏതായാലും ഇതിൻ്റെ ടയർ മാറ്റട്ടെ. ഇതെല്ലാം ഇപ്പോൾ ഒരു പടപടാന്ന് അഴിച്ചു തുടങ്ങും. ഇത് അഴിച്ച് ഇതിൻ്റെ ടയർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ ഒരു സൈസ്, ഈ ടയർ കണ്ടോ ഇതൊരു സൈസ്, ഇതൊരു സൈസ്, പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ തൊട്ടിപ്പുറത്ത് ഇതും ഒരു സൈസ്. അങ്ങനെ 4 സൈസാണ്. ഇനി ബേക്കിന് അത് വേറൊരു വർഷത്തെയും കൂടെ കേട്ടോ. അപ്പോൾ അത് മാറ്റുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ ഇതിൽ ഞങ്ങൾ ഇത് ഇച്ചിരി വലിയ ടയറാണ്. അപ്പോൾ ഇത് വേണ്ട, ഞങ്ങൾ ചെറിയ ടയറായിരുന്നു. അപ്പോൾ ഓടിക്കുമ്പോഴൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കൂടുതൽ കിട്ടും ഈ വണ്ടികൾക്ക്. ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓപ്ഷന് 2 ലക്ഷം രൂപ കൊടുത്താൽ മതിയായിരുന്നു അന്ന് പറഞ്ഞു. ഇപ്പൊ ടയർ മാറിയപ്പോ പൈസ ആയില്ലേ? ഗൈസ് നോക്കൂ, ടയർ മാറിയപ്പോ പൈസ ആയിട്ടോ. എന്തായാലും ടയർ മാറുവാണ്. സത്യം പറഞ്ഞാൽ 1.25 വണ്ടി എടുത്തു. ഇപ്പൊ 26,000 രൂപ ടയർ മാറി. ഇപ്പൊ എത്രയും 46. വണ്ടി പണിയുന്നതെല്ലാം കൂടി ഒരു 10-15 രൂപ ഇനിയും കാണണം. അപ്പൊ എത്രയും ഇനി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ? കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ഉണ്ട് കേട്ടോ. ബെൻസ് മേടിച്ച പോലെ തന്നെയാണ്. ബെൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അത് ഇനി കൊടുത്തു കഴിഞ്ഞാൽ മുതലാവില്ല കേട്ടോ. കാരണം ഇത്രയും പൈസയിൽ കയറ്റിയതാണ്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മുതലാവില്ല. അപ്പോൾ ഇതും ഇനിയിപ്പോൾ അതേപോലെയൊക്കെ തന്നെ ഇനി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മുടെ വണ്ടി പിന്നെ ഇത് മാറ്റി വീൽ അലൈൻമെന്റ് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ പുഷൊന്നും കറക്റ്റില്ലാത്ത വണ്ടിക്ക് വീൽ അലൈൻമെന്റ് ഇട്ട് കാര്യമുണ്ടോ? ഗൈസ് നോക്കൂ, നിനക്ക് മുഖത്തിന് ചെറിയ വിഷമമുണ്ടല്ലേടാ? ഗൈസ് നോക്കൂ, എന്തായാലും മാറ്റുവാണ്. ടയർ അവിടെ നിന്ന് 4 എടുത്ത് തന്നിട്ടില്ല, തരട്ടെ കേട്ടോ. അങ്ങനെ 4 എടുത്ത് മാറ്റി ഇതിന്റെ ടയറും മാറ്റി വീൽ അലൈൻമെന്റ് ചെട്ടി. ഇനിയിപ്പോൾ ഇവിടെ നേരെ നമ്മള് സുനിത ഫർണിച്ചറിലേക്കാണ് പോകുന്നത്. അവിടെയും കൂടെ പണി 5 കൊല്ലത്തിന് പേപ്പറുള്ള വണ്ടിയാണ്. ഇവിടെ മിടുക്ക 2028 ഇത് 23 2029 വരെ അങ്ങനെ ഇതിന്റെ പേപ്പറുണ്ട് കേട്ടോ. അപ്പോൾ ആ പേപ്പറും അത് പിന്നെ അതൊരു കാര്യം ശരിയായിട്ട് പറഞ്ഞാൽ പേപ്പർ അത്യാവശ്യമുണ്ട്. പിന്നെ ബേസ് മോഡലാണ്. ബേസ് മോഡലും എല്ലാ സംവിധാനമുണ്ട്. പിന്നെ ആഗ്രഹപ്പുറത്ത് എടുത്ത് കേട്ടോ. അതാണ് ഇതിന്റെ ഒരു സംഭവം. ഓടിച്ചിട്ടാണ് കൊതി തീരുന്നില്ല. ഇവൻ രാത്രി ഉറങ്ങാറില്ല കേട്ടോ. ഇവൻ എല്ലാ ദിവസം വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നോക്കിക്കും അല്ലടാ? എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ നോക്കിക്കും കേട്ടോ. ഈ വണ്ടി ഞാനും അങ്ങനെയാണ്, ഉറങ്ങാറില്ല. ഇതായാലും ഇങ്ങനെ നോക്കിക്കും. ഗൈസ് നോക്കൂ, ഇതിൽ കിടന്ന ടയർ ഇതായിരുന്നു കേട്ടോ. ഇത് റീസോളാട്ടോ. ആ ടയർ റീസോളാണ്. എല്ലാ ടയറും റീസോളും പിന്നെ അങ്ങനത്തെ ടയറാണ്. ഇതുണ്ട്, ഇതും റീസോളാണ്, അതും ഇത് റീസോൾ അല്ലല്ലേടാ? ആണോ? ഇതാണ് നമുക്ക് പണി കിട്ടിയ ടയർ. ഇതേ 4 സൈസ് ആയതുകൊണ്ട് വണ്ടി ഇങ്ങനെ ഇടുന്ന് ഉൾട്ടി അടിക്കട്ടോ. ഇതുണ്ടോ ഓരോന്നോരോന്നായിട്ട് ടയർ വന്നു തുടങ്ങി. ഇതാണ് നമ്മൾ ഇടുന്ന ടയർ കേട്ടോ. ഇത് തന്നെയാണ് നമ്മുടെ ട്രാവലറിന് നമ്മൾ വർഷങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് ഒരു വർഷം പുറകിൽ ഇതിന് എന്നാ പറയുക വൈറ്റ് ലെറ്റർ വരുന്നുണ്ടായിരുന്നു. ഇപ്പം അതില്ല. റഷ്യൻ പെയിന്റും എടുത്തിട്ട് പോവാ അല്ലേ? നമുക്ക് തന്നെ എഴുതാം. നോക്കുക, അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ. കമ്പനി ആകുമ്പോൾ പ്രൊട്ടക്ഷൻ കിട്ടും അല്ലേ? പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം നമ്മുടെ ട്രാവലർ എടുക്കാൻ വേണ്ടി ഡൽഹിക്ക് പോകുമ്പോൾ ഒത്ത് കിട്ടുവാണ് ഞങ്ങൾ പജീറോ എടുക്കും കേട്ടോ. ഞങ്ങൾ ഭയങ്കര സ്വപ്നമായിട്ട് ഞങ്ങൾ സാധനമാണ്. ഞങ്ങൾ പജീറോ ഒത്ത് കിട്ടുവാണ്. കാരണം 3,20,000 രൂപയ്ക്ക് വണ്ടി കിട്ടും. പിന്നെ ഞങ്ങൾ ലോൺ അടിച്ച് വശത്തിരിക്കും. ഞങ്ങൾ ഏകദേശം ഞങ്ങൾ പകുതിയല്ല 3/4 കഴിഞ്ഞു. ഇനി ഒരു 4 ലക്ഷം രൂപ കൂടെ ഉള്ളൂ ലോൺ അടച്ച് തീരാൻ വേണ്ടി ബസ്സിൻ്റെ. അതുകൊണ്ട് അയച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു 3, 20, 3, 40 അങ്ങനെ വണ്ടി കിട്ടും.
അപ്പോൾ അവിടെ നിന്ന് പജീറ എടുക്കണം. ഈ 2010 താഴേക്ക് നമ്മൾ ഡൽഹിയിൽ നിന്ന് പജീറ പോലുള്ള വണ്ടി എടുക്കണം. നാട്ടിൽ പേപ്പർ ശരിയാക്കാം 30,000 രൂപ. 2010 താഴോട്ട് എടുക്കുകയാണെങ്കിൽ ലാഭമാണ്, മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ പൈസ അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ പജീറ അതാണ് ഞങ്ങൾ ലക്ഷ്യം. അങ്ങനെ ഉണ്ടല്ലോ, ഈ സൈഡിൽ 2 ടയർ ഊരി എന്നിട്ടിപ്പം പടപടയെന്ന് പറഞ്ഞ് 2 കയറ്റി കേട്ടോ. അതിന് ശേഷം ഈ കാണുന്ന 2 കൂടെ ഊരി ഈ കാണുന്ന ടയർ ഉണ്ടോ, ഇത് പോരാ കേട്ടോ, ഇത് ഒന്നിനും കൊള്ളാത്ത സാധനമാണ്. അപ്പോൾ ഇത് ഊരിയിട്ട് നമ്മളിപ്പോൾ ഊരിയിൽ ഏതെങ്കിലും ഒരു നല്ലത് ഇതിലിടണം കേട്ടോ. ഈ കാണുന്ന കടയിൽ നിന്ന് കേട്ടോ ഞങ്ങൾ ടയർ മാറിയത്. ഞങ്ങളുടെ ഓമനിക്കൊക്കെ ഇവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യം ടയർ ഇട്ടത്. അത് ബ്രിസ്റ്റോൺ ടയറും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ നിന്നാണ്. ഇത് പേരാവൂരിന് പോകുന്ന വഴി, ഇത് ഇരട്ടിക്ക് പോകുന്ന വഴി. ഇനി ഇവിടുത്തെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, അതായത് ഇനിയിപ്പം ജോസ്മി സാറിന് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ വേണ്ടി. അതിനുശേഷം പുള്ളിക്കാരനെ വിളിക്കുന്നു കേട്ടോ. ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് ഈ കാണുന്ന ടയറിന് 5 വർഷം വാറണ്ടി. അത് എന്നാ വാറണ്ടിയാ? അതായത് അൺകണ്ടീഷൻ വാറണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലടിച്ച് പൊട്ടിയവരെ, സൈഡ് എഡ്ജിന് വരെ കല്ലടിച്ച് പൊട്ടിയവരെ ഈ ടയർ കേട്ടോ ഞങ്ങൾ പൊതുവെ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ കാര്യമാണ് പറഞ്ഞത്, നമുക്കറിയില്ല. ശരിയാട്ടോ. അതായത് ഞങ്ങൾ കുറേ ടൈം ഈ സാധനം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഈ സംഭവം പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ മേടിച്ചത്. ഏകദേശം അപ്പുറത്തെ 2 മാറിയും തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ 2 മാറിയില്ല, എല്ലാം അവിടെ നിറച്ചോണ്ടിരിക്കും കേട്ടോ. ഈ കാണുന്ന ഇവിടെ ഓരോന്നായിട്ട് നിറയ്ക്കുവാണ്. എന്നിട്ട് പറഞ്ഞു കുട്ടി, എനിക്ക് ടയർ ഷെയറിനുണ്ട് ഒരു വണ്ടിയുടെ ടയർ ഞാൻ കളയില്ല, വീട്ടിലവിടെ നമുക്ക് ഒരു വണ്ടിക്ക് ഇതിപ്പോ വെഹിക്കിൾ എടുത്തോണ്ട് പോകെ ഇട്ടുകൊണ്ട് പോകാം. കാര്യം നമ്മൾ SF എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇടാലോ അല്ലേ? പജീറ SF എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ സാധനം ഇടാലോ. അതും പറഞ്ഞൊരു സംഭവം കേട്ടോ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് 2024 ഒരു 3 വണ്ടിയും കൂടെ മേടിക്കാം. ഒരു SF നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം 1 ലക്ഷം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ മേടിക്കും. കാരണം വെച്ചാൽ ലോൺ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ നോക്കാൻ എന്തെങ്കിലും തട്ടുകേറി കിട്ടി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പിന്നെ പൈസ അടിക്കേണ്ടി വരില്ല അല്ലേടാ. നമുക്ക് ഭയങ്കര സന്തോഷം വണ്ടി മേടിക്കുമ്പോഴും ഒരു 1.5 മാസം ഓടിക്കാൻ പോതി മാറും. ഭയങ്കര സന്തോഷമായിരിക്കും. നമുക്ക് തരാൻ നേരത്തെ നമ്മൾ എങ്ങനെയെങ്കിലും തരുന്നടിക്കാൻ നേരത്തെ നമ്മൾ എല്ലാവരും ബ്രാക്കറ്റ് അടയ്ക്കും അല്ലേ? യാഥാർത്ഥ്യം അതാട്ടോ. ടയറിനെ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടയർ കറക്കി നോക്കിയിട്ട് ഇവിടെ സിഗ്നലിൽ കാണിക്കും 10 ഗ്രാം 5 ഗ്രാം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിന് ശേഷം പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുണ്ട് ഇവിടെ ഈ അടിച്ചിട്ടാണ് സാധനം. നേരത്തെ ഇടുന്ന ടയറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ നേരത്ത് സൈഡ് ഒരയുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് ഞാൻ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത്. എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വണ്ടികൾക്ക് ചെറിയ ടയർ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. എന്താ നമ്മളിത് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, ഓട്ടപ്പുള്ളി ആകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആവശ്യമുള്ള വണ്ടിക്ക് നമ്മൾ പണിയെടുത്ത് ആവശ്യമില്ലാതെ എടുക്കരുത് അല്ലേ? നോക്കൂ, പഴയ ടയറിൽ ഒരെണ്ണം നല്ല ഉള്ളത് ഈ കാണുന്ന സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് കേട്ടോ. ബാക്കി ഇനി ഈ ടയറും കൂടെ ബാക്കിയുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ടയറും ഇട്ടു. ടയർ ഇട്ട് കഴിയുമ്പോൾ ഓടിക്കുമ്പോൾ അറിയാട്ടെ ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ, സ്മൂത്ത് ഉണ്ടോ എങ്ങനെയാ സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഓടിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഏകദേശം 3 ടയർ ഇട്ട് ഇനി 1 കൂടെ ഉള്ളൂ. ഇതുണ്ടോ, അത് നമ്മുടെ അല്ല, നമ്മുടെ ആണല്ലോ. അപ്പുറത്തെ സൈഡിലായിട്ടോ. അത് വെയിറ്റ് ബാലൻസ് ചെയ്യുന്ന സംഭവം തോന്നുന്നു കേട്ടോ. ആണോ ഏട്ടാ? അത് തന്നെ. ഫൈനലി അവസാന ടയറും ഫിറ്റ് ചെയ്ത് കേട്ടോ. ഇനി അലോയ്മെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ വണ്ടി അങ്ങനെ ടയർ ഇട്ട് പുറത്തിറക്കി. ഇതാകുമ്പോൾ ടയർ ചെറുതാണ്, ഓവർ ഒരസിലും പ്രശ്നങ്ങളൊന്നുമില്ല, ഓവർ തള്ളലൊന്നും ഉണ്ടാവില്ല. ഇനി നേരെ ഇത് അലോയ്മെൻറ്റിന് കയറ്റും കേട്ടോ. സംഭവം ലുക്കായിട്ടോ. ടയർ ചെറുതായി, ഒരച്ചിലും ഇല്ല, ഒരു വിഷയവും ഇല്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. നേരത്തെ ഉള്ള ടയർ ഭയങ്കര ഒരച്ചിലായിരുന്നു. അലോയ്മെൻറ്റിന് കയറ്റിട്ട് അലോയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം കേട്ടോ. നമ്മൾ നേരെ സുനിതയിലേക്കാണ് പോകണേ. അവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ട. അതേ സമയത്ത് ജോസ്മി സാർ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ജോസ്മി സാറിനെ കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം. അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് പോയിട്ടൊന്ന് സെലക്ട് ചെയ്യണ്ടേ, നോക്കണ്ടേ. എന്നിട്ട് അതിന് ശേഷം കുറച്ചും കൂടെ സാധനം മേടിക്കാണ്ട് പുള്ളിക്കും. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി അലോയ്മെൻറ്റ് ചെയ്യാനുള്ള ടയറെടുപ്പ് സംഭവങ്ങളും മെഷീനും കാര്യങ്ങളൊക്കെ വെച്ച് അവർ അലോയ്മെൻറ്റ് ചെയ്യുക കേട്ടോ. 4 ടയറിന് വെക്കണത് അല്ലേ? ഗൈസ്, നേരത്തെ 4 ടയർ കയറ്റാനില്ലേ? ഇത് കഴിഞ്ഞിട്ട് വേണം ഈ കാണുന്ന ഇതാണ് കേട്ടോ നേരത്തെ. ഗൈസ് നോക്കൂ, നമ്മുടെ ഇതല്ല കേട്ടോ, സോറി. നമ്മുടെ നേരത്തെ ടയർ ഈ കാണുന്നതാണ് 4 നോക്കിയേ. 4 സൈസാട്ടോ. 1 2 3 4 4 രീതിയിലുള്ള ടയർ ആയതുകൊണ്ട് പണിയായിരുന്നു. ഈ ഒരു ടയർ മേളത്തെ ടയർ കുഴപ്പമില്ല. അതിൽ ഇതിലും നല്ലത് എടുത്ത് സ്റ്റെപ്പിന് കിട്ടും. അല്ല, ഏതെങ്കിലും വണ്ടിക്ക് അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയിടാൻ നടക്കുമോ എന്നുള്ളത് അല്ലേ? അല്ല, ഇത് കൂട്ട് ടയർ നല്ല ടയർ അവിടെ കിടക്കുന്നില്ലേ വീട്ടില്? ചൈന ഇടാത്ത. അത് ശരിയാട്ടോ. പഴയ സ്കോർപ്പിയോയുടെ Repeat message. Rupees 26,000 received on phone pay. ഗൈസ്, ഇത് എന്തിനാ കേൾപ്പിച്ചറിയോ? ഞാനത് ഓസിന് മേടിച്ചത് നിങ്ങൾ പറയാം, അതുകൊണ്ടാട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്താൽ മേടിച്ചത്. ഇതൊക്കെ ഉണ്ടോ ഞാൻ കൊടുത്ത പൈസ? എന്ത് ചെയ്യാൻ, എവിടെ ചെന്നാലും ഇപ്പം ഞങ്ങൾ ഓസിനാണെന്ന് പറയാം. അതുകൊണ്ടാട്ടോ. സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. പുള്ളി നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നു.
ഉള്ളൂ. ഇരുട്ടി കിട്ടുന്നതിൽ അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നത്. പിന്നെ വേറെ എവിടെയും പോയി ഇപ്പോൾ അലയേണ്ട കാര്യമില്ല. അല്ല എങ്ങോട്ടോ പോകുന്ന അലോയ്മെൻറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഏതായാലും നമ്മൾ സ്വിഫ്റ്റ് കാറും കൂടി എടുത്തു കേട്ടോ. എഴുതി വെച്ചു ഇവനെ ആക്റ്റീവ് ആണ്, നമുക്ക് സ്വിഫ്റ്റ് കാറും മതി. നമുക്ക് ഒന്നാം സമ്മാനം തന്നെ മതി അല്ലേ ഗൈസ്? നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി അലോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറക്കി. ഇനിയിപ്പോൾ നമുക്ക് ചെറുക്കനെ കൊണ്ട് നേരെ പോകാം കേട്ടോ. കാരണം അവിടെ ജോസ്മിൻ സാർ വന്ന് നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. പുള്ളി ഇപ്പോൾ ഒരു 10 മിനിറ്റ് പോസ്റ്റായി കാണും കേട്ടോ. ഓ കറക്റ്റ് സൈസ് കേട്ടോ, പക്ക. ആഹാ, എന്താ ലുക്ക്, എന്താ ഫിനിഷിങ്. ടയർ മാറ്റിയും വണ്ടിയുടെ ഒരു ലുക്കും ഒരു ഐശ്വര്യം തന്നെ അങ്ങ് മാറി കേട്ടോ. ഇവിടെ ഞാൻ ഈ കവർ ഇട്ടു. ഈ കവർ ഇതിൻ്റെ ഒരു ഐശ്വര്യവും ലുക്കും ഉള്ള സാധനം കേട്ടോ. ഇനിയിപ്പോൾ വണ്ടിയും കൊണ്ട് നേരെ പോകാം. ചേട്ടൻ ഇറങ്ങിയെന്നാൽ ഞാനൊന്ന് പോയാൽ. ചേട്ടാ താങ്ക് യു, പോകട്ടെ, മീറ്റൊക്കെ. അപ്പോൾ ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ പോവാണ്. ഇനിയിപ്പം ജോസ്മിൻ സാറിന് നേരത്തെ പറഞ്ഞ പോലെ സാധനം മേടിക്കാൻ പോവാണ്. വണ്ടീനെ ഓടിച്ച് നോക്കിയാൽ ദൈവം ഇത് വേറെ ഏതോ ഓട്ടോ കൊണ്ട് കിട്ടുള്ളൂ. ഗൈസ് നോക്കൂ, ഇനിയിപ്പം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇതിൻ്റെ സെറ്റപ്പ്. ഇതിങ്ങനെ കുറച്ച് നേരം അടിക്കും. ഈ അടി കഴിഞ്ഞ് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ടയർ മാറിയപ്പം ഭയങ്കര ഭയങ്കര ഫീലിങ്. മറ്റേത് ഇങ്ങനെ കന്ന് പറഞ്ഞ് ഇറക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊന്നുമില്ല, ബ്ലോക്കാണ്. അവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ആ സിഗ്നലിന്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്കാണ്. അതിന് ആ സിഗ്നൽ അവിടെ നിന്ന് കിട്ടിയാൽ മാത്രമേ. അതിന് സംഭവം എന്ന് വെച്ചാൽ സിഗ്നലിൽ ചെറിയ ടൈമുള്ളൂ, അങ്ങോട്ടും വണ്ടി മാറാനില്ല ഇങ്ങോട്ടും വണ്ടി മാറാം. അതാണ് ഒരു പ്രശ്നം. തിരക്കുള്ളപ്പോൾ പ്രശ്നമാണ്, തിരക്കില്ലാത്ത ഒരു കുഴപ്പമില്ല അല്ലേ? ഗൈസ് നോക്കൂ, ഇതിനുശേഷം ഞങ്ങൾ രാവിലെ വർക്ക്ഷോപ്പിൽ കൊണ്ട് അവിടുത്തെ പരിപാടി പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ നമ്മൾക്ക് അവിടെ പോയിട്ട് വേണം അപ്പുറം പോയിട്ട് വണ്ടിയുടെ പരിപാടി പൂർത്തിയാക്കാൻ. സ്മൂത്ത് ആവുന്ന ടയർ മാറി കഴിഞ്ഞപ്പോ എന്റെ പൊന്നെ, ഇതിനകത്ത് ഇരിക്കുന്ന പോലും അറിയുന്നില്ല കേട്ടോ. വെരി യാത്ര ചെയ്യുന്ന നമ്മൾ ഇതിന്റെ ടെർബോ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇത്രയും വണ്ടിയെ കയറി നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് ഈ വണ്ടി കേട്ടോ. ഇവൻ രാത്രി ഉറങ്ങാറൊന്നുമില്ല കേട്ടോ. ഇവൻ രാത്രി എന്നെ പരിപാടി എന്നറിയാമോ? ഇവൻ രാത്രിയില് ഈ വണ്ടി നോക്കിക്കൊണ്ടിരിക്കണ്ട, ഇവൻ ഉറങ്ങുന്നില്ല. ഇങ്ങനെ ഓരോന്നും വന്ന് എന്നോട് പറഞ്ഞോണ്ടിരിക്കട്ടെ. ഇതാണ് ഇവന്റെ പരിപാടി മെയിൻ ആയിട്ട്. ഇപ്പം പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഞങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് പിന്നെ ഈ വണ്ടി വാങ്ങിച്ചിട്ട് യാത്ര ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഞങ്ങളുടെ അന്നത്തെ സാമ്പത്തികം ഞങ്ങൾ അത് സമ്മതിച്ചില്ല. കാരണം ഞങ്ങൾക്ക് അന്ന് പിന്നെ പട്ടയം വെച്ചിട്ട് ആകെ 1 ലക്ഷം രൂപ കിട്ടിയേ. അപ്പൊ 1 ലക്ഷം കൊണ്ട് എല്ലാ കാര്യം നടക്കത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് നോക്കി പിന്നെ 4 വർഷത്തിന് ശേഷം നമ്മളങ്ങനെ സഫാരി വെച്ച് പുതിയ വണ്ടികളോടൊന്നും അങ്ങനെ വലിയ പൂതിയില്ല കേട്ടോ. പിന്നെ ഞങ്ങള് കഷ്ടപ്പെടേണ്ടി വരും, പണിയെടുക്കേണ്ടി വരും കഴിഞ്ഞ കൊല്ലത്തെ പോലെ. ഗൈസ് നോക്കൂ, നീ സത്യം മനസ്സിലാക്കിയോ? ജോസ്മിൻ സാറിനെ കൂട്ടാൻ മറന്നുപോയി. എവിടെയാ സാറല്ല? സാറാണ് നമ്മുടെ വണ്ടി കണ്ടതാ പുറകെ വരുന്നുണ്ടോ? അങ്ങോട്ട് നോക്ക്. ഞാൻ ആവേശത്തിൽ സംസാരിക്കട്ടെ, സാറിനെ കൂട്ടാൻ മറന്നു. ഈ വണ്ടി എന്ന് വെച്ചാൽ നാരി സാധനം കേട്ടോ. ടയറും കൂടെ മതി, എന്നാ യാത്ര സുഖമാണെന്നറിയാം. വണ്ടി ഏതായാലും പണി. വണ്ടിയുടെ കംപ്ലൈന്റ് ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഇതിന്റെ ബാക്കി ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെ കൂടെ പറ്റുന്ന രീതിയിൽ പണിതുകൊണ്ട് കൊടുക്കും. എനിക്കെന്തോ ഭയങ്കര എനിക്ക് മനസ്സിന് ഭയങ്കര തൃപ്തിയായിരുന്നു. എനിക്കും അതെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചല്ല സഫാരി ഇങ്ങനെ ആകുമെന്ന്. നമുക്ക് നല്ല നീറ്റുള്ള വണ്ടിയാണ് കിട്ടിയത്. അതെ. ആ താഴെ ഇച്ചിരി പാച്ചുകൊണ്ട് അതും കൂടെ വലിയ പരിപാടി ഇല്ല. ഇതിന് ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബാഗും പിന്നെ അങ്ങനത്തെ ABS അങ്ങനത്തെ കുറച്ച് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ബേക്കിലെ റിയർ വൈപ്പറിന് അവിടെ മറ്റേ ഹീറ്റിംഗ് ആണ് സംഭവം, അങ്ങനത്തെ ഒക്കെ സംഭവമാണ് വരുന്നത്. അപ്പോ ഇതിന് അങ്ങനത്തെ കുറച്ച് നമ്മൾ അങ്ങനെയാണ് ഇതിന്റെ തന്നെ സ്ട്രോങ് പറഞ്ഞു വാങ്ങിയാലോ. ഇപ്പൊ വാങ്ങണ 3ാമത്തെ വണ്ടി അല്ലേ? നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റി ഞങ്ങൾ അങ്ങനെ പൊല്യൂഷൻ എടുക്കുന്ന സ്ഥലത്ത് വന്നു. വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടു. ഇന്നിപ്പം പൊല്യൂഷൻ എടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നോക്കൂ, ഞങ്ങൾ വലുതായി, ഞങ്ങൾ വലിയ ആളായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയ ആള് ഞങ്ങളുടെ അടുത്തുണ്ട് കേട്ടോ. ഞങ്ങൾ ഉള്ളിനെ ഒഴിവാക്കി കേട്ടോ. അതെ നിൽക്കുന്നു. ഞങ്ങൾ ഉള്ളിനെ പറഞ്ഞു വിട്ടു, ഒഴിവാക്കി, ചവിട്ടി പുറത്താക്കി, ചതിച്ചു, വഞ്ചിച്ചു, എന്തൊക്കെയാണോ ആൾക്കാർ പറഞ്ഞു, എനിക്കറിയത്തില്ല കേട്ടോ. എന്താണ് സംബന്ധിച്ചാൽ പുള്ളി കഴിഞ്ഞ 8 മാസമായിട്ട്, അതായത് ഞങ്ങൾ കഴിഞ്ഞ തായ്ലൻഡ് യാത്ര, അതായത് മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ അങ്ങനെ പോയപ്പോൾ സാറിൻ്റെ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അതിന് ശേഷം സാറ് ഭയങ്കര തിരക്കായിരുന്നു. വീട് പണിയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയില്ല. അപ്പം കഴിഞ്ഞ 8 മാസങ്ങൾക്ക് ശേഷം സാറിൻ്റെ വീട് പണി പൂർത്തിയായി. അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു. ഈ മാസം 30-നടുത്താണ് നമ്മൾ കയറിക്കൂടും കാര്യങ്ങളൊക്കെ സാറ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മാട്രയും സാറ് താമസിക്കുന്ന അങ്ങാടിക്കട അത്ര ലോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പോയി വരണമായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ. 50 കിലോമീറ്റർ ഓട്ടം എല്ലാ ദിവസവും 50 കിലോമീറ്റർ ഓടണം. എൻ്റെ അമ്മ, രാത്രിയിലൊക്കെ ആയിരുന്നു വരുന്നല്ലേ? രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോരുള്ളൂ. നമ്മുടേതായ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സാർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഒക്കെ ഇലക്ട്രിക്കൽ പരിപാടിയും പിന്നെ CCTV പരിപാടിയൊക്കെ എല്ലാം കുറെ കാര്യങ്ങൾ സ്വന്തമൊക്കെ ചെയ്തിട്ട് ഞാനിപ്പോൾ കുറച്ച് സാറിന്റെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ സാർ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ
സാറിന് ശരിക്കും വീട് എന്ന് പറഞ്ഞാൽ മാട്രയിലും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എവിടെയാ? അങ്ങാടിക്കടവ്. എത്ര കിലോമീറ്റർ ഉണ്ട് സാർ? 50 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്റർ. 25 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളാണ് വ്യത്യാസമായി അല്ലേ? അങ്ങാടിക്കടവ് ആയിരുന്നു. ഞാൻ അങ്ങാടിക്കടവ് ഉള്ളതുകൊണ്ട് ഇവര് അങ്ങാടിക്കടവ് വന്നു. ഇനിയിപ്പം ഞങ്ങള് ഈ പൊല്യൂഷൻ എടുത്തതിന് ശേഷം ഇവിടുന്ന് ഉള്ളിലേക്ക് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ ഞങ്ങൾ നേരെ സുനിതയിലേക്കാണ് പോവുക. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 2-3 കടയിൽ പോയി, അവിടെ കളക്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ സുനിതയിലാകുമ്പോൾ അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സുനിതയിൽ പോയിട്ടാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. വലിയ റേറ്റ് വരെ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ വീട് 1,50,000 രൂപയ്ക്ക് മൊത്തം നിറച്ച്. അത് സുനിതയാണ് കേട്ടോ ഞങ്ങൾ എടുത്തത്. അപ്പം ഇത് കഴിഞ്ഞ പാടെ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. നോക്കൂ, ഈ കാണുന്ന കാറിന്റെ AC പോയി. ഇനി ശരിയാക്കണ്ടേ? ഒരു ദിവസത്തെ പണിയല്ലേ ഉള്ളൂ. എഞ്ചിന്റെ മൗണ്ട് മാറ്റിയിരുന്നു. അപ്പൊ മിക്കവാറും അവിടെ ചെറിയ ഓട്ടം വന്നിട്ടുണ്ടാവും. ഇതിന്റെ ആൾട്ടർനേറ്റർ പോയപ്പോ ശരിയാക്കി, ടർബോ പോയി. അതാണ് സംഭവം. അങ്ങനെ സംഭവം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ കയറ്റി തന്നെ. അപ്പൊ മെയിൻ മെക്കാനിക് അവിടെ ഇല്ലായിരുന്നു. അതിന് ശേഷമാണ് ഇത് മാറ്റിയെടുക്കാൻ. യെസ് പറയൂ. പുകയില്ല സാറേ, വെള്ളപ്പുകയില്ല, കറുത്ത പുക ഒന്നുമില്ല. ടയർ മാറ്റിയിട്ട് എങ്ങനെയുണ്ട്? 4 പുതിയ യൊക്കോഹോമ ഇട്ടു. പഴയത് ഞാൻ എടുത്ത് ഇട്ടു. കാരണം പഴയത് ഓരോ സൈസായിരുന്നു. ഇത് അലോയ്യാ? സത്യം കേട്ടോ. ഞാനും അത് സാറ് പറഞ്ഞു, ഞങ്ങൾ ഈ പ്രാവശ്യം ഡൽഹി പോകുന്ന നേരത്ത് ഇതിന്റെ ഒറിജിനൽ അലോയ് കിട്ടുമെങ്കിൽ അത് മേടിച്ചിട്ടുണ്ടോ? അവിടെ നിസാറ് കാശിന് കിട്ടും. അതായത് ഒറിജിനൽ ഈ അലോയ് ഒക്കെ ഇട്ട് ഓടിക്കുമ്പോൾ അത്യാവശ്യം ഹൈ സ്റ്റാൻഡേർഡ് ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. സത്യമല്ലേ? ഈ സാധനമൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ സെറ്റപ്പ് ഉള്ള കയ്യിലാണ് ഇരിക്കുന്നത്. മൊത്തം അത്ര വെയിറ്റാ? ഭയങ്കര കട്ടി കേട്ടോ വണ്ടിക്ക്. ഈ സാറേ, ഈ ടൂറിസ്റ്റ് ബസ് ഒക്കെ ഇങ്ങനെ കിടന്ന് ആടൂലേ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ആ ചേട്ടനെ തുറക്കണേല് എണ്ണ വരയ്ക്കും. കാരണം വർക്ക്ഷോപ്പുകാരൻ തുറക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. അതായത് ഇതിന്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് സെറ്റപ്പ് ആട്ടോ. നമ്പർ നോക്കിയേ, എളുപ്പമുള്ള ഭാഗത്താണ് വെച്ചേ. ട്രാവലർ നമ്മൾ നോക്കിട്ട് വണ്ടി മൊത്തം അല്ലേ? ഗൈസ്, ഇത് കണ്ടോ, ഇതിന്റെ ബാറ്ററി ഒക്കെ പുതിയ എക്സൈഡ് ആട്ടോ. ടെസ്റ്റ് ചെയ്തപ്പോ എല്ലാവർക്കും വിശക്കുന്നു. എന്നാ പിന്നെ ഈ കാണുന്ന ഇവിടെ കയറി ഒരു മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ജോസ്മി സാറിന്റെ സാറ് വണ്ടി കൂട്ടാൻ വേണ്ടി പോയതാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോഴും ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആകാശത്തിനൊക്കെ ഇന്ന് കിട്ടില്ല കളറാട്ടോ. ഈ കാരണം അവിടെ ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതിനുള്ള സമയം ഒത്തില്ല കേട്ടോ. പെട്ടെന്നായിരുന്നു വിശപ്പ്. ഞങ്ങൾ കുറേ നാളെ മന്തി കഴിച്ചിട്ട്. അവിടെ മന്തി മാത്രം കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ ഇവിടെ കയറി മന്തി കഴിക്കാൻ തീരുമാനിച്ചു. സാറിന് മന്തി അല്ലേ? ഞാൻ മന്തി, നീ എന്നാ? അൽഫാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ കാര്യം മന്തി പോകും ദൈവത്തിന് അറിയാം. ഇല്ല, ലിബി മന്തി കഴിക്കില്ല കേട്ടോ. അതൊരു സത്യസന്ധമായ കാര്യമാണ്. മന്തി ഇവിടെ ഫേമസ് ആയിട്ടുള്ള മന്തി കടയാണ്. എൻ്റെ ഫ്രണ്ടിൽ ഒരു ഒട്ടകത്തൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് സാറേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംവിധാനമാണ് ഇവിടെ. എന്നാന്ന് സാറേ, കാർ പാർക്കിങ് ഭയങ്കര കൂടുതലാണ്. നോക്കിയേ, ഒറ്റയടിക്ക് എത്ര വണ്ടി ഇടാന്ന് നോക്കിയേ. ഇതാ ഫ്ലൈറ്റ് സാറുണ്ടല്ലോ, സാറിന്റെ വീട്ടിലെ കർട്ടൻ ഓൺലൈനിൽ നിന്ന്, പിന്നെ അതേപോലെ തന്നെ CCTV ഓൺലൈനിൽ നിന്ന് എല്ലാം വളരെ കോൺഫിഡൻസോട് ചെയ്തു. എല്ലാം സക്സസ് ആയിരുന്നു. പക്ഷെ ഒരു 2 ചെടി മേടിച്ചു. എന്നാ ഇതിന്റെ പേര്? പക്ഷെ വന്ന് തന്നെ മെക്സിക്കൻ ഗ്രാസിന്റെ അരി ഓർഡർ ചെയ്തു. 4 പാക്കറ്റ് ഓർഡർ ചെയ്തു. എനിക്ക് ഒരു പാക്കറ്റ് അരി, അത് അരി തന്നെ എന്ത് അരിയാന്ന് അറിയില്ല. ഫ്ലിപ്പാണോ ആമയാണോ? ഫ്ലിപ്പിൽ ചിലത് ഇങ്ങനെയാണ്. സ്ലീവിന് നോർമൽ അൽഫാം പറഞ്ഞു. നോർമൽ അൽഫാം കിട്ടി, സന്തോഷം. ഞങ്ങൾ എന്ത് പറഞ്ഞു? മന്തി പറഞ്ഞു. സ്പേസ് ആക്കട്ടെ കേട്ടോ കഴിക്കാൻ വേണ്ടി. ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കട്ടെ, പറഞ്ഞ പോലെ ഇരിക്കട്ടെ. മന്തി വരട്ടെ, മന്തി. കിട്ടില്ല മന്തി. ഇതിൻ്റെ കൂടെ എന്നൊക്കെയുള്ള മൈനസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ പൊല്യൂഷൻ എടുത്തു. പിന്നെ നമ്മൾ നേരെ ജോസ്മി സാർ അത് കണ്ടോ, ആ കാണുന്ന അവിടെയാണ് വണ്ടി ഒതുക്കിയാക്കുന്നത്. ഇനി അവിടുന്ന് വണ്ടി സാറോടെ ഒതുക്കി ഇനി വീതി കയറും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ തിരക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്മസിന് തിരക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ പാർക്കിംഗ് കിട്ടാൻ വഴി കുറവാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഉണ്ടോ കേട്ടോ സുന്ദരൊക്കെ? ആണോ? അത് നമ്മൾ നിർബന്ധമായിട്ട് ചോദിച്ചു വാങ്ങണം ഓഫർ അല്ലേ? ഇനി നമ്മൾ നേരെ ഫർണിച്ചർ ഷോപ്പിലേക്ക് പോകട്ടോ. ഫൈനലി ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച കട. തിരക്കാണല്ലോ, സാധനം മേടിക്കാൻ സാധനം ലോഡ് കണക്കിനാണല്ലോ ഇവിടെ കയറി പോന്നെ. എന്തോ ഓഫറൊക്കെ ഉണ്ടോ? ആണോ? ന്യൂ ഇയർ ഓഫർ. വണ്ടി ഉള്ളിലോട്ട് കയറ്റാൻ വിടുവോ? സമ്മതിക്കണം. നമ്മൾ കസ്റ്റമറാണ്. കസ്റ്റമർ ഈസ് കിങ്. ഓ ഗൈസ്, കിങ്ങിനെ പിടിച്ച് എങ്ങോട്ട് ഇടാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. എങ്ങോട്ട് ഇടാനോ പറഞ്ഞേ? ആ മൂലയിലോട്ടാ അല്ലേ? ഞങ്ങൾ ഫൈനലി സുനിതയിലെത്തി. ഇത് കണ്ടോ, അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് മേടിച്ചത് ഈ സാധനം കേട്ടോ. ഇതാണോ നമ്മൾ ഇത് തന്നെയാ. ഇല്ല സാറേ,
ഇതേപോലെ ഇരിക്കുന്നു. ഇതല്ല സാധനം, ഇതല്ല. ഇതിന്റെ കാലൊക്കെ അന്ന് നമ്മൾ മേടിച്ച സെയിം സംഭവം പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ വീട്ടിലേക്ക് മേടിച്ച സെയിം സെറ്റപ്പ് ആയിട്ടിരിക്കും. നമ്മൾ അക്വേഷ്യാണ് നോക്കുന്നത്, 6 സീറ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് വന്ന സെയിൽസ്മാനെ ഞങ്ങൾ പാർട്ട് ഓഫ് ആക്കാണ്ട് പോയിട്ടു. ഇനി പുള്ളി തിരിച്ചു വരണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം പുള്ളി വരുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കട്ടിൽ നോക്കണ്ടേ? ഒരു കട്ടിൽ നോക്കണം, പിന്നെ ഒരു ഇതുമാണ് നോക്കേണ്ടത്. അപ്പോൾ പുള്ളി വരട്ടെ കേട്ടോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞങ്ങളുടെ ആൾ വന്നു കേട്ടോ. 6 സീറ്റ് അക്വേഷ്യ. ഇത് ഇതിനെത്രയാ? ഇതിന് തന്നെ അക്കോഷയുടെ വരുന്നില്ലേ? അക്കോഷയുടെ നിനക്ക് തന്നെ നീ പള്ളിയിലാണോ വന്നേ? കൊച്ചോറ്. ഓ, കസ്റ്റമൈസ് കിങ്. ഓക്കെ 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 ഓക്കെ. ഇത് 13. 13. അത് ഓരോ സീസണിൽ ഡിസൈൻ മാറും. 1.5 വർഷം പൊട്ടിപ്പോയ കാശ്. അത് നമുക്ക് ആദ്യം നീ ഇതൊക്കെ ചോദിക്കണ്ടേ? ആദ്യം ചോദിക്കണ്ടേ? ആദ്യം ഇത് പറയണ്ടേ? അതേ സാധനം ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഡീലിംഗിൽ എത്തിയിട്ടുണ്ട്. അത്ര 6 കസേര, പിന്നെ ഇത് കറുത്ത കൂളിംഗ് ഇതായിട്ടുള്ള സെറ്റിംഗ് അല്ലേ? നോക്കൂ, ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ബെഡ് അല്ല, ഈ കാണുന്ന കട്ടിൽ ഉറപ്പിച്ചു. ഇതാണ് നോക്കിയത്. ഇത് MDF ആണ്. പക്ഷെ എന്റെ വീട്ടില് പട്ടി കടിച്ചിട്ട് പോലെ ഒരു രീതിയിലുള്ള വിഷയം ഈ സാധനത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാരും പറഞ്ഞു, നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞു എടുക്കല്ലേ എടുക്കല്ലേന്ന് പറഞ്ഞു. ഒരു കുഴപ്പം. ബീഗും അടിച്ചു, റാംബോ അടിച്ചു, ഞാൻ കടന്നു, എന്നിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ജോസ്മി സാറിന് ഞങ്ങൾ ഇത് സെലക്ട് ചെയ്തു. ഇതല്ലേ തേക്കിന്റെ ഈ കട്ടിലാണ് എടുത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടില് മറ്റേ ഇതില്ലേ, എന്നെ പേരെ പറയാ, ഈ മറ്റേ ഇത് കവീനും കിവീനും ഒന്നും ഇല്ലാത്ത എന്റെ പേരെന്ന് പറയാ, ഇതിനെന്താ പറയൂലോ, നമ്മള് വീട്ടിലടിക്കുന്ന കബോർഡിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിനോട് 21 സെറ്റ് ഉണ്ട് അടിച്ചു. ശരിയാട്ടോ. ഓ ഗൈസ്, അതേ സമയത്ത് അങ്ങനെയുണ്ടോ? സാറിന്റെ സമയം നന്നാക്കാൻ വേണ്ടിയുടെ ഒരു ഇത് കിട്ടി കേട്ടോ. പുറത്തു പോവാ, അത് വേണ്ട, ഞങ്ങള് നിന്ന് ഒരുമിച്ച് പോവാൻ ചേട്ടാ. 1-2 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ ചേട്ടൻ കേട്ടോ ഞങ്ങള് സാധനങ്ങളൊക്കെ എടുത്താന്ന്. ചേട്ടൻ്റെ പേരെന്നാ? റിജോ. നോക്കൂ, ഞങ്ങൾ ഇത്ര സാധനം മേടിച്ചു. ഞങ്ങൾ വെച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലെന്ന്. നമ്മുടെ സമയം നേരാക്കാൻ വേണ്ടി അവർ ക്ലോക്ക് തന്നു. എന്നാലും നമ്മുടെ സമയം ശരിയാവോ? ഓ, പരസ്യം ഉണ്ട് അതിൻ്റെ അകത്ത്. സുനിത ഫർണിച്ചർ വാലിറ്റിട്ട് എടുത്താൽ മതിയല്ലോ സാറേ. സാറിന്റെ സമയം നന്നാക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് വരുത്തുന്നു കേട്ടാ. സാർ എടുത്തോ, ഞാൻ ഈ ക്ലോക്ക് സാറിന് എടുത്തോട്ടോ. അല്ലേ ഗൈസ്, നോക്കൂ, ഏതാണ്ട് ഒരു 1.5-3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഫർണിച്ചർ കൈ കിട്ടും. എന്നിട്ട് ഞങ്ങൾ കൈയോടെ മേടിച്ചോണ്ട് വന്നിട്ടോ. ഈ കാണുന്ന വണ്ടിക്കാണ് സാധാരണ അവർ കൊണ്ടുവരുന്നത്. എൻ്റെ വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവന്നത്? പക്ഷേ അല്ലോ, അത് സമയം എടുക്കുന്നില്ല. സമയം എടുക്കും. അതായത് നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിരുന്ന സാറേ. നല്ലേ സാറിൻ്റെ അഭിപ്രായം എന്നാ? ഞങ്ങളുടെ അന്ന് വീടിന്റെ തലേദിവസമാണ്. അതായത് പിന്നെ അന്ന് ഹരിബറിയായിരുന്നു പരിപാടി. തലേദിവസം വന്ന് ഹരിബറിയായി. നമ്മുടെ നാട്ടിനകത്ത് ഏറ്റവും കൂടുതൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? നോക്കിയില്ലേ? നല്ല റേറ്റ് കേട്ടോ, വലിയ കുഴപ്പമില്ല. നമ്മൾ എവിടെ ചെന്ന് ചോദിച്ചാലും ഈ റേറ്റിന് ഈ നാട്ടിൽ കിട്ടൂല കേട്ടോ. കിട്ടുമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് കിട്ടിയത് വിടുന്നു. ഫൈനലി ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം ഒരു വണ്ടി ഇപ്പം വിളിച്ചിട്ടുണ്ട്. ആ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റി ഇപ്പം ഞങ്ങൾ മാട്ടറേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അല്ലേ? ഞങ്ങൾക്ക് അടുത്ത ദിവസം പോകേണ്ടതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഇവിടെ തീർത്തുകൊണ്ട് പോകാൻ വേണ്ടി. അതാണ് സംഭവം. കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ നിന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തായിരിക്കണം എല്ലാ സാധനം കയറ്റേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അത് ഇതാ ഡൈനിങ് ടേബിൾ. ഇത് തന്നെയല്ലേ? ഇത് തന്നെ ഡൈനിങ് ടേബിൾ കേട്ടോ. ഇതിൻ്റെ അതിനിപ്പം പിന്നെ ഇതും കൂടെ വരും അല്ലേ? ഗ്ലാസും വരും, പിന്നെ കസേര വരും, പിന്നെ നമ്മുടെ കട്ടിൽ. അപ്പോൾ ഫൈനലി നമ്മുടെ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ലോഡ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് കട്ടിലിൻ്റെ ഒരു ഭാഗം കയറി, പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കസേര അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കയറി കേട്ടോ. കട്ടിൽ വേണ്ട, ഇനി ഇതും കൂടെ വരാനല്ലേ ഗ്ലാസ്? അങ്ങനെ ആയിരിക്കും. ഗ്ലാസ് എന്ത് ചേട്ടാ? ഇവിടെ ഉണ്ട്. ഗൈസ് നോക്കൂ, അതായത് അതിന് 6 ചെയറും കയറിയോ? 6 ചെയർ അടിയിൽ ഇട്ടു കേട്ടോ. 6 ചെയർ അടിയിൽ ഇട്ടു. അതിൻ്റെ മേളിൽ ടേബിൾ ഇട്ടു. അതിൻ്റെ ബേക്കിൽ മറ്റേ കട്ടിലിൻ്റെ മേൽഭാഗം ഇതാന്ന് തോന്നുന്നത്. അതിൻ്റെ ഫുൾ ഭാഗമല്ലേ സാറേ കിടക്കുന്നത്? അവസാനമായിട്ട് നമ്മുടെ ഗ്ലാസും കൂടെ കയറി കേട്ടോ. അതായത് ഫൈനൽ സ്റ്റെപ്പ്. അതും കഴിഞ്ഞു. ഈ സെയിം സംഭവമാണ് നമ്മുടെ വീട്ടിലുള്ളത് അല്ലേ? ഒരു വ്യത്യാസമില്ല കേട്ടോ. സെയിം സാധനമാണ് നമ്മുടെ അടുത്തുള്ളത്. ഒരു കുഴപ്പമില്ല. ഫൈനലി ഞങ്ങളങ്ങനെ സാധനം മേടിച്ചു. നിക്കടാ, നമ്മളിപ്പം വെൽറ്റിടും.
നിർത്തി നിന്നു. ഞങ്ങളുടെ സാധനം ഞങ്ങൾ ബെൽറ്റ് ഇട്ടു. അപ്പം ഞങ്ങള് ഫൈനലി കടയിൽ നിന്ന് ഇറങ്ങി. എന്തിനാ വണ്ടി നോക്കാൻ പറ്റൂല്ലോ? സാറേ വണ്ടി എന്തി സാറേ? വണ്ടി പോയോ? പൈസ നോക്കൂ. ഫൈനലി ഞങ്ങള് അങ്ങനെ ജോസ്മി സാറിന്റെ വണ്ടി കിടക്കുന്ന അവിടെ എത്തി. ഇവിടെ കിടപ്പുണ്ട് ജോസ്മി സാറിന്റെ വണ്ടി. സാർ ഇനിയിപ്പോ അതുകൊണ്ട് ചേട്ടൻ കടന്നു പോയി. പുള്ളി അങ്ങ് പോയി. ചേട്ടൻ ഫ്രണ്ടിൽ പോയി. ഞങ്ങൾ ഇനിയിപ്പോ സാറ് വണ്ടി എടുത്ത് പോയി കയറൂലേ? ഞാൻ പതി ഉരുട്ടുവാണ്. പോരെ വാ. ഇരുട്ടി കട്ടുള്ളൂ. എന്നെ ക്രിസ്മസിന് ശേഷം ഇവിടെ പറ്റിയത് ഈ സിഗ്നലിന്റെ ആണോ എന്തിന്റെ ആണോ എനിക്ക് അറിയില്ല കേട്ടോ. വണ്ടിപ്പെരുപ്പം കൂടിയില്ലടാ. പുറത്ത് കിടക്കുന്ന വണ്ടികളും ഭയങ്കര ടയർ പരിപ്പം കൂടി കാണും അല്ലേ? വണ്ടി പോകുന്നതനുസരിച്ച് ടയറും കൂടുമല്ലോ. ഇവിടുന്ന് ഇരുട്ടി ടൗൺ വരെ ബ്ലോക്ക് കേട്ടോ. നല്ല രീതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കടയുടെ തിരക്കാണ് ഇവിടെ ബ്ലോക്ക് ആകുന്നത്. ഓഫറൊക്കെ അല്ലടാ എല്ലായിടത്തും. ന്യൂ ഇയർ, ക്രിസ്മസ്, അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടുള്ള ന്യൂ ഇയറിന്റെ ഓഫറുകളുണ്ട്. ഇവനെ തിരക്ക് നോക്കൂ. പാലത്തിലോട്ട് കേറാനുള്ള തിരക്കാട്ടോ ഈ കാണുന്നത്. കായ് ഉളുക്കിലൊക്കെ അങ്ങ് ഭയങ്കര തിരക്കാണുള്ളവനെ. ഇപ്പൊ ഞങ്ങൾ ഫൈനലി ഞങ്ങളുള്ള ഉളുക്കിലാണ്. ഇവിടുന്ന് ആ ഒരു പിക്കപ്പ് പോയ സ്ഥലം കണ്ടോ? അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതാണ് മാട്രയ്ക്ക് പോകുന്ന വഴി. ഇത് മാട്ര ഈ കാണുന്ന വഴി. ഇതിലാണ് നമ്മൾ ഇതിലേയും പോകാൻ വേണേലേ വളഞ്ഞു പറ്റി പോണോന്നേ ഉള്ളൂ അല്ലേ? നമ്മൾ ഇതിലാട്ടോ പോണേ. നമുക്ക് ഫൈനലി ചേട്ടൻ സാധനം കൊണ്ട് വീട്ടിലെത്തി. അടിപൊളി ഡ്രൈവർ. എന്നെ വിടലേ വിട്ടേടാ. ഗൈസ് നോക്കൂ, ഇതാണ് ജോസ്മി സാറിന്റെ വീട് കേട്ടോ. അതായത് സാറ് പുതുതായിട്ട് പണിത വീട് ഇതാണ്. അപ്പം ഇതിൻ്റെയാണ് ഇനി പേരക്കൂടലും അതുപോലെ സംഭവങ്ങളൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് വന്ന സാധനങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇറക്കണം. നേരെ എങ്ങോട്ടോ കൊണ്ടുപോകണ്ട അങ്ങോട്ടോ കൊണ്ടുപോകണ്ട. ചേട്ടാ ഇതിൽ കയറി പോവോ? ശരിക്കണോ? ഗൈസ് നോക്കൂ, കട്ടിലെവിടെ ഇടുന്നത്? ഏത് റൂമിലിടുന്നത്? ഈ റൂം. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന റൂമിലാണ് കട്ടിലിടുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഈ ബെഡ്റൂമിലാണ് നമുക്ക് കട്ടിലിടേണ്ടത്. അത്യാവശ്യം എക്കോ ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വന്നാൽ എക്കോ കുറയത്തുള്ളൂ. ഇനിയിപ്പം ഇവിടെയാണ് നമുക്ക് എന്തിടേണ്ടത്? ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെയായിട്ട് ഇടേണ്ടത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇറക്കാം. ചറവ് റെഡിയായി പോയല്ലോ. ഞങ്ങൾ ഓരോ സാധനമായിട്ട് ഞങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കയറ്റു. ഇതാണ് തേക്ക്. ഇതിൻ്റെ അകത്താണ് അത്യാവശ്യം കനങ്ങളുള്ള സാധനങ്ങൾ അല്ലേ? സാറ് ടച്ചാകാതെ നോക്കണേ. നേരെ കയറ്റി നേരെ ഉള്ളിലോട്ട്. ഈ ചേട്ടൻ പിന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളും അറിയാം, അതാണ് കുഴപ്പമില്ല അല്ലേ? ഫാൻ നോക്കണേ. അത് പണി പാടില്ലോ. ചേട്ടനെ പൊക്കി പറഞ്ഞപ്പോൾ ചേട്ടൻ പൊക്കി പോയല്ലോ. ചേട്ടൻ പോയി. എന്നെ ടൈല് പോറാൻ നോക്കണം സാറേ. ടൈല് പോറാൻ നോക്കണേ. കയറ്റിക്കോ. ഒന്നുകൂടി ഇല്ലേ? ഗൈസ്, ഇതിനകത്ത് ഏറ്റവും പ്രയാസമുള്ള ഗ്ലാസ് നമ്മൾ നേരെ ഇവിടെ ഇറക്കി വെക്കുന്നു. ജില്ലുണ്ടോ? ഇതിന്റെ എവിടെ പൊട്ടല്? സാറേ പൊട്ടലുണ്ടോ? ഉണ്ട്. ആണോ? പുതിയ പീസ് കയറി വെച്ചിരുവോ? നേരെ പോട്ടെ. ഇതിന്റെ പൊട്ടല് ഇവനെ ഇനി ബെൻഡുണ്ടോ? ഇത് നമുക്ക് കട രക്ഷപ്പെടുമെന്ന് തോന്നി നമുക്കൊരു വെറുതെ കേട്ടോ. 5 രൂപ ഒന്നിന്. 1, 2, 3, 4 ഇല്ലേ? ഇട്ട് കഴിഞ്ഞാൽ അറിയാത് നമുക്കിത് ബെൻഡുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് കൂട്ട് സാധനം 6 ഉണ്ട് കേട്ടോ. 6 കസാരയും ഈ സാധനം കൊണ്ട് 19,000 രൂപ. 19,000 സാറ് 19,500 കേട്ടോ. 19,000 ആ രീതിയിൽ ഇത് ഗുഡ് വേണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ വാങ്ങിയിട്ടാക്കുന്ന ഈ സാധനം. ഗായ്സ്, ഇതിനകത്ത് ഏറ്റവും വെയിറ്റും ഏറ്റവും പ്രയാസവും കഠിനമായ സാധനം ഈ സാധനം കേട്ടോ. നോക്കണേ, ആ ചേട്ടനും വെയിറ്റ് അധികം കൊടുക്കല്ലേ. നല്ല വെയിറ്റുള്ള സാധനം അത്. ഇല്ല ആണോ? അപ്പൊ നീ സാറിന്റെ പെടലേക്ക് വെച്ചല്ലേ? ചേട്ടൻ നേരത്തെ എവിന്റെ പെടലേക്ക് വെച്ചു. നേരെ ഇപ്പൊ സാറിന്റെ പെടലേക്ക്. ടഫനായത് നോക്കണേ. ഇത് നേരെ അങ്ങനെ എന്തോ ഉണ്ടോ? ഏകദേശമായി ബെൻഡുണ്ടോ നോക്കി. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ ഡൈനിങ് ടേബിൾ അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തു. കിട്ടുന്ന സാധനം കേട്ടോ. എൻ്റെ വീട്ടിലുള്ള അതേ സാധനം, ഒരു വ്യത്യാസമില്ല.
സെയിം സാധനമാണ് അല്ലേ? എന്താ പറഞ്ഞാൽ നമ്മള് തേക്കിലും അങ്ങനെ വാങ്ങണേല് ഞാൻ അവിടെ നോക്കിയിട്ട് 1,00,000 ചില്ലി. സാറേ എത്ര അവിടെ സാറേ? 1,00,000 രൂപ 50,000 രൂപയ്ക്ക് കിട്ടും. അങ്ങനെയാണ് തേക്കിട്ട് വരുന്നത്. എന്റെ പൊന്നു, പക്ഷെ നല്ല രസമില്ല സാറേ. നമ്മുടെ വീട്ടിൽ കിടന്ന അതേ സെയിം സാധനം എന്ന് വെച്ചാൽ സെയിം സാധനം കേട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, അതേപോലെ ഇവിടെ ഇപ്പം നമ്മുടെ കട്ടിലും കൂടെ സെറ്റ് ചെയ്ത പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, ഫൈനലി കട്ടിലും കൂടെ ഫിറ്റ് ചെയ്യാണ്. അതിൻ്റെ സ്ക്രൂ ആട്ടോ. ആ സ്ക്രൂവും കൂടെ കറക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇനി അതും കൂടെ ഉള്ളു കേട്ടോ. ഗൈസ് അവസാനമായിട്ട് ഇത് നമ്മൾ ദിക്കോട് ദിക്ക് കറക്റ്റാക്കി വെച്ചേക്കല്ലേ. ഓക്കെ അല്ലേ? ഫിനിഷ്. സാറിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇത് സാറിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കാണുന്നത്. മാസ്റ്റർ ബെഡ്റൂം അല്ലേ? മാസ്റ്ററിൻ്റെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ കബോർഡ് സംഭവങ്ങളുണ്ട്. ഇവിടെ പിന്നെ ഡൈനിങ് ഏരിയ, ഇത് TV റൂം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ TV, പിന്നെ ഇത് പ്രാർത്ഥന, അതുപോലെ സംഭവങ്ങൾ. പിന്നെ ഈ റൂം തുറന്ന്, അതായത് കുട്ടികളുടെ റൂം കേട്ടോ. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള റൂം. എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് കണ്ടോ, ഇവിടെ ടോയ്ലറ്റ് സംവിധാനമൊക്കെ. ഇനി തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് ഇവിടെ വേറെ റൂമുണ്ട്. ഇതും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള സംവിധാനം. വാഷ് ബേസിൻ സംവിധാനം. ഇത് കണ്ടോ, ഇവിടെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും. അതൊക്കെ ഈ വീടിൻ്റെ പ്രത്യേകതയാണ്. ഫാനും കറങ്ങും. അതൊക്കെ ഈ റൂമിൻ്റെ പ്രത്യേകതയാണ്. ഇത് റൂം. ഇവിടെ ഒരു BLTC അല്ല, BLTC ഫാനുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂം ഉണ്ട്. ഇവിടെ ഒരു കബോർഡ് പോലത്തെ സംവിധാനം കാര്യങ്ങളുണ്ട്. ഇത് ഇവിടെ കബോർഡുണ്ട്. പിന്നെ ഇതൊരു ബാത്റൂം ഉണ്ട് അല്ലേ? പിന്നെ വീടിൻ്റെ മെയിൻ പ്രത്യേകത, ഇനി ഇങ്ങോട്ട് വാ, ഇവിടെ ഇതുണ്ട്. ഇതാണ് കിച്ചൺ. കിച്ചൺ ഈസ് അപ്പുറത്തുനിന്ന് ഇപ്പുറം കാണാം. ഇത് കൊള്ളാം കേട്ടോ. നേരെ തുറക്കുന്നു. കിച്ചൺ അത്യാവശ്യം സെറ്റപ്പാട്ടോ. ഇതുണ്ടോ, ഇത് കിഡിലിനായിട്ടോ. ഇതാണ് കിച്ചൺ സെറ്റപ്പ്. ഇതൊക്കെ സാറ് സ്വന്തം ഫിറ്റ് ചെയ്തതാണ്. ഇത് സാറ് ഫിറ്റ് ചെയ്തതാണ് അല്ലേ? ചെറിയ കിച്ചണല്ല, നല്ല സൗകര്യമുണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ, ഗ്രാനൈറ്റ്. എപ്പോഴും അടുക്കള മാർബിൾ. ഇതാണ് അതിന്റെ കബോർഡ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇത് മെറ്റീരിയൽ വേറെയാണ്. അതായത് ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ അല്ലേ? ആ സംഭവമാണ് ഈ കാണുന്നത്. പിന്നെ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇത് ഹാളും പിന്നെ പുറത്തുള്ള സംവിധാനം. ഗൈസ് നോക്കൂ, ഏതാണ്ട് വീടിന് മാത്രം എത്ര ലക്ഷം? 24 ലക്ഷത്തോളായി. എത്ര സ്ക്വയർ ഫീറ്റാ? 1250 സ്ക്വയർ ഫീറ്റിന് 24 സംതിങ്. പിന്നെ ബാക്കി കെട്ടൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടെ 10-32 ലക്ഷം രൂപ വരും. അപ്പം അങ്ങനെ ഡോറ് ഈ കാണുന്ന സംവിധാനം കേട്ടോ. അതായത് സ്റ്റീൽ ഡോറാണ്. ഈ ഡോറിന് പ്രത്യേകതയുണ്ട്. എന്നാ ഒളിഞ്ഞു നോക്കാം. അവിടുന്ന് കാണൂല, തിരിഞ്ഞേ കാണുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ടേ കാണുള്ളൂടാ. ഗൈസ് നോക്കി, ഇനിയിപ്പോൾ ചേട്ടയ്ക്ക് വെള്ളം മേടിച്ചു കൊടുത്ത് ചേട്ടയുടെ പൈസ കൊടുത്ത് ഇനിയിപ്പോൾ ചേട്ടനെ വേണം. ചേട്ടൻ അടുത്ത ഓട്ടോളാണ്. പോവാം നമുക്ക്. അപ്പോൾ ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ പോവാണ്. ഇതൊക്കെ ഈ ലൈറ്റൊക്കെ പരമായി സാറേനല്ലേ ഇട്ടേ? പിടിപ്പിച്ചൊക്കെ സാറാ? ആണോ? ഓ, എല്ലാ സ്ഥലത്തും 5 ക്യാമറ വെച്ചു. ഇനി 3 ക്യാമറ കൂടെ വെക്കാനുള്ള പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇടണം. ഗൈസ്, ഇത് ഞങ്ങൾക്ക് സുനിതന്ന് കിട്ടിയ ഗിഫ്റ്റാ. തുറന്നേ അത് സുനിതന്ന് കിട്ടിയ ഗിഫ്റ്റാ കേട്ടോ. ക്ലോക്ക്. ഇത് എവിടെ വെക്കുന്നേ? ആനയുണ്ടോ? ആണോ? ഗൈസ്, ഇനി സാറിന് വാടക വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ അങ്ങാടിയിൽ നിന്ന് എടുത്തോണ്ട് വരാനുണ്ട്. അതിനുശേഷം അതൊക്കെ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഗൈസ് നോക്കൂ, പിന്നെ വേറൊരു കാര്യം, ഇനിയിപ്പോൾ ഇവിടുന്ന് വേണം അങ്ങാടിക്ക് വരാൻ. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു വിഷയം. വേറൊന്നും സാറിന് വിഷയമില്ല. അതായത് കണ്ടോ, ഇങ്ങനെയാണ് വീടിൻ്റെ ഫ്രണ്ട് വരെ കേട്ടോ. ഞാൻ ഏകദേശം ഇവിടെ ഒന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് വീടിൻ്റെ ഫ്രണ്ട്. ഇവിടെ ആയിരുന്നു പഴയ വീട്. നമ്മൾ കൊറോണ സമയത്തൊക്കെ നിന്നതും ഒക്കെ സാറിൻ്റെ പഴയ തറവാടിലായിരുന്നു. ഇപ്പൊ സാറ് സ്വന്തമായിട്ട് വീടാക്കി കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇത് കണ്ടോ. പിന്നെ ഇത് പണിതത് BJ ആണ്. ഇതുണ്ട്, BJ ബിൽഡേഴ്സ് എന്ന്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുള്ളിയാണ്. ഈ പുള്ളിക്കാരനാണ് ഇത് പണിത്. പുള്ളി ഏത് രീതിയിലുള്ള ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളും ചെയ്താണ്ട് 8 മാസം കൊണ്ടാണ് ഇവർ ഈ കാണുന്ന വീടും കാര്യങ്ങളൊക്കെ പണിത്. അല്ലേ ലിവിനെ? നല്ല രീതിയിലുള്ള 8 മാസം കൊണ്ടല്ലേ സാറേ പണിത് തീർത്തേ? പുള്ളി 6 മാസം കൊണ്ട് ചെയ്ത് 4 മാസം കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ടൈമിങ് കുറച്ച് പുള്ളിക്ക് തിരക്കായി പോയി. അല്ലെങ്കിൽ പുള്ളി 6 മാസം കൊണ്ട് ചെയ്തു തരും. തീർത്ത തന്നെ അല്ലേ? ഓക്കെ, നോക്കൂ, എന്തായാലും ഇവിടെ പരിപാടിയും കാര്യങ്ങളും ഓരോ നടക്കുന്നു. സ്ക്വയർ ഫീറ്റിന് 1800 പണിത്. 1900 ഒക്കെ റേറ്റ്. പിന്നെ 1550 രൂപ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ റേറ്റ് കൂടിയിട്ടുണ്ടാവും. അത് 1 വർഷം മുമ്പുള്ളല്ലേ. സാർ ആദ്യം 1550 പണിയാനാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ഇടപെട്ട്
ഇതൊരു സംഭവകുശലമായ സംഭവങ്ങളായിരുന്നു ഇവിടെ. അതായത് പുള്ളി സാറ് 12 ലക്ഷം രൂപയുടെ വീട് പണിയാൻ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ആദ്യം 1 മുറിയുള്ള വീട് ലാസ്റ്റ് എല്ലാവരും നിർബന്ധിച്ച് അത് 2 മുറിയാക്കിച്ചു. പിന്നെ അത് 3 ആക്കി. പിന്നെ ബാത്റൂം 1 ആയിരുന്നു, അത് 3 ആക്കി. അങ്ങനെ ലാസ്റ്റ് ഇത്ര എത്തി അല്ലേ. ആദ്യം ഞങ്ങൾ സാറിനൊരു പണി തുടങ്ങിയ തീർന്നോളും പറഞ്ഞുകൊണ്ട് തള്ളി വിട്ടു. സാറിന് വീട് പണിയാൻ ഒരു പ്ലാനിങ് ഒന്നുമില്ല. സാറ് വാടക വീട്ടിലായിരുന്നു. സാറിന് ഇവിടെ വീടുണ്ട് ഓൾറെഡി. പക്ഷെ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അത് പഴയ വീടായിരുന്നു, അത്യാവശ്യം നല്ല വർഷമായതാണ് വീട്. അപ്പം ഞങ്ങൾ സാറിനെ തിരികെ സ്ക്രൂ ചെയ്ത് വീട് പണിയാൻ വേണ്ടി അങ്ങ് തിരിച്ചു വിട്ടു. അങ്ങനെ ഞാൻ സാറിനോട് ടെൻഷൻ. അവസാനം ഫൈനലി ദൈവം അനുഗ്രഹിച്ച് സംഭവം എന്തായാലും പൂർത്തിയായി അല്ലേ. വീടായില്ലേ അല്ലേ? ഗൈസ് നോക്കൂ, എന്തായാലും വീട് പൂർത്തിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ ചേട്ടന് പൈസ കൊടുക്കണം, വെള്ളം മേടിച്ചു കൊടുക്കണം. പോവാം, നമുക്ക് പോയേക്കാം. താഴോട്ട് വെള്ളം മേടിച്ചോട്ട് ഞങ്ങൾക്കും വീട്ടിലേക്ക് പോകണം കേട്ടോ.